എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് നഗരങ്ങളും കച്ചവടവും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ടൗൺസ് ആൻഡ് ട്രേഡ്, നഗരങ്ങളും കച്ചവടവും. ന്യൂ സിറ്റീസ്, പുതിയ നഗരങ്ങൾ. Urban centers or cities emerged in several parts of the subcontinent from the 6th century BCE onwards. 6-ാം നൂറ്റാണ്ട് BCE മുതൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ നഗരങ്ങൾ ഉദയം ചെയ്തു. Many of these cities were capitals of Mahajanapadas. മിക്ക നഗരങ്ങളും മഹാജനപദങ്ങളുടെ തലസ്ഥാനങ്ങളായിരുന്നു. All major towns were located along routes of communication. മിക്കവാറും എല്ലാ നഗരങ്ങളും ഗതാഗത വിനിമയ വ്യാപാര മാർഗങ്ങൾക്കരികിലായിരുന്നു. For example, Pataliputra was on riverine route, Ujjaini was along land route, Puhar was near the sea coast, and Mathura was the center of commercial, cultural and political activity. ഉദാഹരണത്തിന് പാടലിപുത്രം നദീമാർഗത്തിനരികിലായിരുന്നു, കരമാർഗത്തിനരികിലായിരുന്നു ഉജ്ജയിനി, പുഹാർ നഗരം കടൽ തീരത്തായിരുന്നു, വാണിജ്യ, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രസ്ഥലത്തായിരുന്നു മധുര. നെക്സ്റ്റ്, അർബൻ പോപ്പുലേഷൻസ്, എലൈറ്റ്സ് ആൻഡ് ക്രാഫ്റ്റ് പേഴ്സൺസ്. നഗരജനത, വരേണ്യവർഗവും കൈവേലക്കാരും. കിങ്സ് ആൻഡ് റൂളിംഗ് എലൈറ്റ്സ് ലിവ്ഡ് ഇൻ ഫോർട്ടിഫൈഡ് സിറ്റീസ്. രാജാക്കന്മാരും ഭരണവർഗവും കോട്ട കെട്ടിയ നഗരങ്ങളിൽ താമസിച്ചു. The people who lived in towns included washing folk, weavers, scribes, carpenters, potters, goldsmiths, blacksmiths, officials, religious teachers, merchants and kings. അലക്കുകാർ, നെയ്ത്തുകാർ, എഴുത്തുകാർ, മൺപാത്ര നിർമ്മാതാക്കൾ, തട്ടാന്മാർ, ആശാരിമാർ, ഉദ്യോഗസ്ഥർ, മതാധ്യാപകർ, കച്ചവടക്കാർ, രാജാക്കന്മാർ തുടങ്ങിയവരാണ് നഗരങ്ങളിൽ താമസിച്ചിരുന്ന മറ്റ് ജനവിഭാഗങ്ങൾ. ആൻഡ് ഇറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദ ഷോർട്ട് വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻസ് ഡിസ്കവേർഡ് ബൈ ദ 2nd century BCE. ഇതിന് നമുക്ക് തെളിവ് നൽകുന്നത് ചെറിയ വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻസാണ്. BCE 2ാം നൂറ്റാണ്ടോടുകൂടി കണ്ടെടുക്കപ്പെട്ട ചെറിയ ഭൂദാന രേഖകൾ അല്ലെങ്കിൽ ചെറിയ രേഖകളിൽ നിന്നാണ് സ്മോൾ വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻസ് റെക്കോർഡ് ഓഫ് ഗിഫ്റ്റ്സ് മേഡ് ടു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മതസ്ഥാപനങ്ങൾക്ക് ദാനങ്ങൾ നൽകിയതിൻ്റെ രേഖകളാണ് വോട്ടീവ് ഇൻസ്ക്രിപ്ഷൻസ്, വിച്ച് വാസ് ഡിസ്കവേർഡ് ബൈ ദ 2nd century BCE. അത് 2ാം നൂറ്റാണ്ട് BCയോടുകൂടി കണ്ടെടുക്കപ്പെട്ടു. അവയിൽ നിന്നാണ് ഈ നഗരജനത, ഇവരെല്ലാം നഗരജനവാസികളായിരുന്നുവെന്ന് മനസ്സിലാക്കുന്നത്. ദെൻ തേർഡ് പോയിന്റ്, there were guilds or ശ്രേണീസ് in cities. നഗരങ്ങളിൽ കച്ചവടക്കാരുടെയും കരകൗശല വിദഗ്ധരുടെയും സംഘടനകളായ ഗിൽഡുകൾ അഥവാ ശ്രേണികളും ഉണ്ടായിരുന്നു. Guilds and ശ്രേണീസ് were organizations of craft producers and merchants who collected raw materials, regulated production and marketed the finished product. കരകൗശല വിദഗ്ധരുടെ സംഘടനകൾ അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുകയും ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുകയും ഉൽപ്പാദിപ്പിച്ച വസ്തുക്കളുടെ വിപണനം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. നെക്സ്റ്റ് ഈസ് ട്രേഡ് ഇൻ ദ സബ് കോണ്ടിനെൻറ്റ് ആൻഡ് ബിയോണ്ട്. ഉപഭൂഖണ്ഡത്തിലും അതിനപ്പുറവുമുള്ള വ്യാപാരം. ഫ്രം ദ 6th century BCE, ലാൻഡ്, റിവർ ആൻഡ് സീ റൂട്ട്സ് ഡെവലപ്ഡ്. BCE 6-ാം നൂറ്റാണ്ട് മുതൽ
കര, നദി, സമുദ്രമാർഗങ്ങൾ വികാസം പ്രാപിച്ചു. ഓവർലാൻഡ് ട്രേഡ് റൂട്ട് എക്സ്റ്റെൻഡഡ് ഇൻറ്റു സെൻട്രൽ ഏഷ്യ ആൻഡ് ബിയോണ്ട്. കരവഴിയുള്ള വ്യാപാരപാത മധ്യേഷ്യയ്ക്കപ്പുറത്തും വരെ നീണ്ടു. ഓവർസീസ് ട്രേഡ് റൂട്ട്സ് extended through different ports, that is from Arabian Sea to East and North Africa and to West Asia, and from Bay of Bengal to Southeast Asia and China. കടൽ മാർഗമുള്ള കച്ചവട പാതകളും തുറമുഖങ്ങളും അറബിക്കടലിൽ നിന്ന് കിഴക്ക് വടക്കൻ ആഫ്രിക്കകളിലേക്കും പടിഞ്ഞാറൻ ഏഷ്യയിലേക്കും നീണ്ടു കിടക്കുന്നതായി കാണാം. ബംഗാൾ ഉൾക്കടൽ വഴിയുള്ള കച്ചവട പാതകളും തുറമുഖങ്ങളും തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്കും ചൈനയിലേക്കും നീളുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. റൂളേഴ്സ് പ്രൊട്ടക്റ്റഡ് ദീസ് റൂട്ട്സ് ആഫ്റ്റർ കളക്റ്റിംഗ് എ സ്മോൾ എമൗണ്ട് ആസ് പ്രൈസ്. ഒരു ചെറിയ തുക പ്രതിഫലമായി സ്വീകരിച്ചുകൊണ്ട് രാജാക്കന്മാർ ഈ കച്ചവട പാതകളുടെ സംരക്ഷണം ഏറ്റെടുത്തു പോന്നു. These trade routes were used mainly by two groups of people. They were peddlers, that is merchants who travelled on foot, and the secondly merchants with caravans of bullock cart and pack animals. ഈ കച്ചവട പാതകൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന രണ്ടു കൂട്ടരാണ്. കാൽനടയായിട്ടുള്ള കച്ചവടക്കാരും കാളവണ്ടികൾ പോലുള്ള വാഹനങ്ങളിൽ കച്ചവടത്തിനായി വരുന്ന വ്യാപാര സമൂഹവുമാണ്. സക്സസ്ഫുൾ മർച്ചൻസ് വേർ കോൾഡ് ആസ് മസാട്ടുവൻ ഇൻ തമിഴ് ആൻഡ് സേത്തീസ് ആൻഡ് സാത്തവാഹാസ് ഇൻ പ്രാകൃത്, ആൻഡ് ദേ വെർ ഇനോർമസ്ലി റിച്ച്. വിജയികളായ കച്ചവടക്കാരെ തമിഴിൽ മസാട്ടുവൻ എന്നും പ്രാകൃത ഭാഷയിൽ സെട്ടികൾ അല്ലെങ്കിൽ സാട്ടവാഹാസ് എന്നും അറിയപ്പെട്ടു. ഇവർ സമ്പന്നരായി മാറിയ കച്ചവടക്കാരാണ്. ഗുഡ്സ് ട്രേഡഡ് വേർ മെയിൻലി സാൾട്ട്, ഗ്രെയിൻ, ക്ലോത്ത്, മെറ്റലോസ്, finished products, stone, timber, medicinal plants, etc. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപാരം നടത്തിയിരുന്ന വസ്തുക്കളിൽ പ്രമുഖമായവ ഉപ്പ്, ധാന്യങ്ങൾ, തുണിത്തരങ്ങൾ, ഇരുമ്പയിരുകൾ അല്ലെങ്കിൽ ധാതുക്കളുടെ അയിരുകൾ, നിർമ്മാണം പൂർത്തിയാക്കിയ വസ്തുക്കൾ, ശിലകൾ, തടികൾ, ഔഷധ സസ്യങ്ങൾ തുടങ്ങിയവയാണ്. Spices, especially pepper, were in high demand in the Roman Empire. സുഗന്ധവ്യഞ്ജനങ്ങൾ പ്രത്യേകിച്ചും കുരുമുളകിന് റോമാ സാമ്രാജ്യത്തിൽ നല്ല ആവശ്യക്കാർ ഉണ്ടായിരുന്നു. Textiles and medicinal plants were transported through Arabian Sea to Mediterranean. തുണിത്തരങ്ങളും ഔഷധ സസ്യങ്ങളും അറബിക്കടലിലൂടെ മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് കൊണ്ടുപോയിരുന്നു. സോ ഇന്നത്തെ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു.